നമസ്തേ. ഇന്ന് നമ്മൾ മധ്യമ ബുക്കിലുള്ള ലവകുശ് എന്നുള്ളതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലവകുശ് എന്നുള്ളതിൽ നിന്നും എഴുതാൻ നമ്മൾക്ക് വരുന്നത് സാരാംശ് ലിഖിയെ കൂടാതെ പ്രശ്ന और उत्तर ലിഖിയെ. അതിൽ ആദ്യത്തേത് സാരാംശാണ്. ഈ വരുന്ന ഒക്ടോബറിലെ പരീക്ഷയ്ക്ക് ഈ ലവകുശിൽ 15 പാഠങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 8 എണ്ണമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതെന്താണെന്ന് നോക്കാം. അത് ആദ്യത്തേത് രാജ്യാഭിഷേക് ഔർ രാമരാജ്യം. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകവും രാമരാജ്യവും. ശ്രീരാംചന്ദ്രജി കാ ജന്മ ത്രേതായുഗമേ ഹുവ. ശ്രീരാംചന്ദ്രജി ജനിച്ചത് ത്രേതായുഗത്തിലായിരുന്നു. ഈ പ്രജാക്കെ സച്ചേ സേവക് ദേ. പ്രജകളുടെ ശരിയായൊരു സേവകനായിരുന്നു അദ്ദേഹം. വേ മാതാപിതാക്കെ ആജ്ഞാകാരി പുത്രതേ ഔർ കർത്തവ്യപാരായണതേ. അച്ഛൻ്റെയും അമ്മയുടെയും ആജ്ഞാകാരിയായ ഒരു മകനും കൂടാതെ തൻ്റെ കർത്തവ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയും ആയിരുന്നു. ശ്രീരാമചന്ദ്രജി 14 साल का वनवास पूरा करके भाई लक्ष्मण और अपनी पत्नी सीता के साथ अयोध्या लौटे. ശ്രീരാമചന്ദ്രജി 14 വർഷത്തെ വനവാസം മുഴുവനാക്കിയതിന് ശേഷം സഹോദരനായ ലക്ഷ്മണനും തൻ്റെ ഭാര്യയായ സീതയോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങി വന്നു. ഭരത്നെ അപ്ന ബഡേ ഭായി ശ്രീരാം കോ രാജ്യ സോം ദിയ. ഭരതൻ തൻ്റെ മൂത്ത സഹോദരന് രാജ്യം ഏൽപ്പിച്ചു. രാം കാ രാജ്യാഭിഷേക് ബഡി ധൂംധാം സെ ഹുവ. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം വളരെയധികം ആർഭാടപൂർവ്വം തന്നെ നടന്നു. ശ്രീരാം കെ രാജ്യമേ പ്രജ ബഹുത് സുഖി എത്തി. ശ്രീരാമൻ്റെ രാജ്യത്തിൽ എല്ലാ പ്രജകളും വളരെയധികം സുഖവാന്മാരായിരുന്നു. ഉൻകെ ശാസൻമേ അയോധ്യ കി ഉന്നതി ഹുയി. അദ്ദേഹത്തിൻ്റെ ഭരണത്തിലൂടെ അയോധ്യ വളരെയധികം നല്ല രീതിയിൽ ഉയർച്ചയിൽ എത്തിച്ചേർന്നു. ശ്രീരാം പ്രജാക്കി സേവാക്കോ അപ്ന കർത്തവ്യ സംജത്തേതി. ശ്രീരാമൻ പ്രജകളുടെ സേവനമാണ് തൻ്റെ കർത്തവ്യമെന്ന് അംഗീകരിച്ചു. പ്രജാക്കെ സുഖ് കെ ലിയെ അപ്നി പ്യാരി ചീസ് കോ ഭി ചോഡ്നെ കെ ലിയെ തയ്യാർ രഹത്തെ. പ്രജകളുടെ സുഖത്തിന് വേണ്ടി തൻ്റെ കയ്യിൽ എന്താണോ പ്രിയപ്പെട്ടുള്ളത് അത് ത്യജിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നു. ഉനോനെ പ്രജാ കാ ഹാൽ ജാന്നെ കെ ലിയെ കയി ജാസൂസോം കോ രഖാ ഥ. അദ്ദേഹം പ്രജകളുടെ സുഖവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി വളരെയധികം ചാരന്മാരെ വെച്ചിരുന്നു. രണ്ടാമത്തെ പാഠമാണ് ദുർമുഖ് കി റിപ്പോർട്ട്. ശ്രീരാമനെ പ്രജാ കാ ഹാൽ ജാന്നെ കെ ലിയെ കയി ജാസൂസോം കോ രഖാ ഥ. ഉൻകെ രാജ്യമേ ദുർമുഖ് നാമക് ഏക് ജാസൂസ് ഥ. ശ്രീരാമൻ പ്രജകളുടെ അവിടുത്തെ സ്ഥിതിയെല്ലാം അറിയുന്നതിന് വേണ്ടി വളരെയധികം ചാരന്മാരെ വെച്ചിരുന്നു. അവരുടെ രാജ്യത്തിൽ ദുർമുഖ് എന്നു പേരുള്ള ഒരു ചാരൻ ഉണ്ടായിരുന്നു. വ ഏക് ദിൻ രജക് നാമക് ഏക് ആദ്മി കെ ഘർ കി ഓർ ഗയാ ഥ. ഒരു ദിവസം ഈ ദുർമുഖൻ രജക് എന്നു പേരുള്ള ഒരു മനുഷ്യൻ്റെ വീടിനടുത്തുകൂടെ പോയി. വഹാം രജക് അപ്നി പത്നി സെ കഹ് രഹാ ഥ तुम मुझे धोखा देने के लिए ही कल रात को बाहर गई थी. मैं कोई രാമചന്ദ്ര ജി നഹി ഹും. ആ സമയത്ത് രജക് തൻ്റെ ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞിരുന്നു: നീ എന്നെ ചതിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി പുറത്തു പോയതാണ്. ഞാൻ ഒരിക്കലും ശ്രീരാമചന്ദ്രനാവുകയില്ല. മേം തുംകോ ഇസ് ഘർ മേ രഹ്നെ നഹീ ദൂംഗ. ഞാൻ ഈ വീട്ടിൽ നിന്നെ താമസിക്കാൻ അനുവദിക്കില്ല. ഏ സുൻകർ ദുർമുഖോ ദുഃഖ ഹുവ. ഇത് കേട്ട ദുർമുഖന് വളരെയധികം സങ്കടം വന്നു. ദുർമുഖ് ശ്രീരാമചന്ദ്രയ്ക്ക് പാസ് ഗയ. ദുർമുഖൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി. ഉസ്നെ രജക് കി സാരി ബാത്തേം ഡർത്തെ ഡർത്തെ സുനായി. രജക് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പേടിയോടുകൂടി രാജാവിൻ്റെ മുന്നിൽ പറഞ്ഞു. ദുർമുഖ് കി ബാത് സുൻകർ ശ്രീരാം കോ ബഡാ ദുഃഖ ഹുവ. ദുർമുഖൻ പറഞ്ഞത് കേട്ട് ശ്രീരാമന് വളരെയധികം ദുഃഖം തോന്നി. ഗുരുജി കി സലാഹ്. രജക് കി ബാത് സുൻകർ ശ്രീരാമചന്ദ്രജി കോ ബഡാ ദുഃഖ ഹുവ. രജകൻ പറഞ്ഞത് കേട്ട് ശ്രീരാമചന്ദ്രന് വളരെയധികം ദുഃഖമുണ്ടായി. വേ ജാൻതേ ദേ കി സീത നിർദോഷേ. അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാമായിരുന്നു സീതയുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല. ലേക്കിൻ പ്രജാ സീത പർ ശക് കർത്തി ഹേ. എന്നാൽ പ്രജകൾ സീതയിൽ സംശയം പ്രകടിപ്പിക്കുന്നു. പ്രജാ കാ ശക് ദൂർ കർനെ കെ ലിയെ ശ്രീരാം നെ ഗുരുജി കി സലാഹ് ലേനെ കാ നിർണയ ലിയ. പ്രജകളുടെ ആ സംശയത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രൻ ഗുരുക്കന്മാരുടെ ഉപദേശം എടുക്കാനായി തീരുമാനിച്ചു. ദൂസരേ ദിൻ സബേരെ ശ്രീരാം ഗുരു വസിഷ്ഠ് കെ പാസ് സലാഹ് ലേനെ ഗയി. അടുത്ത ദിവസം രാവിലെ തന്നെ ശ്രീരാമചന്ദ്രൻ ഗുരു വസിഷ്ഠൻ്റെ അടുത്ത് ഉപദേശം നേടാനായി പോയി. ഉനോനെ ഗുരുക്കോ പൂരി ബാത് കസുനായി. മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. ശ്രീരാം കി ബാത്തേം സുന്നെ കെ ബാദ് ഗുരുവിനെ സലാഹ് ദി. ശ്രീരാമൻ പറഞ്ഞത് കേട്ടതിന് ശേഷം ഗുരു ഉപദേശിച്ചു.
രാജാ കെ ലിയെ പ്രജാ ഹി സബ് കുച്ച് ഹേ. ഒരു രാജാവിന് തൻ്റെ പ്രജകളാണ് എല്ലാം. പ്രജാ കി ബലായി കെ ലിയെ രാജാ കോ സബ് കുച്ച് ത്യാഗിനെ തയ്യാർ രഹ്ന ചാഹിയേ. പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി രാജാവ് തൻ്റെ കയ്യിലുള്ളതെല്ലാം തന്നെ ത്യാഗം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഐസ കർണേസേഹി പ്രജാ സുഖി രഹസക്തി. അപ്രകാരം ചെയ്യുമ്പോൾ മാത്രമാണ് പ്രജകൾ വളരെയധികം സുഖവാന്മാരായി ഇവിടെ കഴിയുക എന്ന് ഗുരുജി ഉപദേശം കൊടുക്കുകയും ചെയ്തു. ശ്രീരാംചന്ദ്രജി ക ഇരാദ. ശ്രീരാംചന്ദ്രജി കൊടുത്ത വാക്ക്. ഗുരുജിക്ക് സലാ ലേക്കർ ശ്രീരാംചന്ദ്ര മഹൽമേം ആയി. ഗുരുജിയുടെ ഉപദേശം കേട്ടുകൊണ്ട് ശ്രീരാമചന്ദ്രൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. ഉനോനെ സീതാക്കോ വൻ ഭേജനേക്കാ ഇരാദാക്കിയ. സീതയെ വനത്തിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. श्रीराम ने अपने भाई भरत लक्ष्मण और शत्रुघ्न से अपना इरादा बताया और उनकी सलाह मांगी. ശ്രീരാമൻ തൻ്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എല്ലാവരോടും തൻ്റെ ആ ഒരു തീരുമാനത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ ഉപദേശം ചോദിക്കുകയും ചെയ്തു. തം തീനോം ഭായിയും ने श्रीराम से कहा कि सीता सदी और नेक स्त्री है. അത് കേട്ട 3 സഹോദരന്മാരും ഒരുപോലെ പറഞ്ഞു. ശ്രീരാമനോട് ഇപ്രകാരമാണ് അവർ പറഞ്ഞത്: സീത വളരെയധികം പതിവ്രതയുമാണ്, വളരെയധികം നേർമയുള്ളൊരു സ്ത്രീയുമാണ്. ഉൻകോ വൻ ബേജന ടീക് നഹി. ഒരിക്കലും അവരെ കാട്ടിലേക്ക് അയക്കരുത്. ലേക്കിൻ ശ്രീരാം അപ്നെ നിർണയ പർ അടൽ രഹി. എങ്കിലും ശ്രീരാമൻ തൻ്റെ നിർണയത്തിൽ തന്നെ ഉറച്ചു നിന്നു. വേ കേവൽ അപ്നി പ്രജാക്കി ബലായി ചാത്തേതേ. തൻ്റെ പ്രജകളുടെ നന്മ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ശ്രീരാം കാ ഇരാദ റാണിയോം കാ മാലും ഹുവ. ശ്രീരാമൻ്റെ ആ വാക്ക് റാണികൾക്ക് തിരിച്ചറിഞ്ഞു. ഉനോനെ ഇരാദ ബദലിനേക്കാ പ്രയാസ് കിയ. 3 അമ്മമാരും ആ വാക്ക് മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. ലേക്കിൻ സഫലത നഹി മിലി. അതിൽ നിന്ന് ഒരു വിജയവും അവർക്ക് നേടിയെടുക്കാനായി കഴിഞ്ഞില്ല. ശ്രീരാമനെ സീതാജി കോ വൻമേം ചോട്ട്കർ ആനെ കി ആജ്ഞ ലക്ഷ്മൺ को दी. ശ്രീരാമൻ സീതാജിയെ വനത്തിൽ വിട്ടു വരുന്നതിന് വേണ്ടി ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു. ലക്ഷ്മൺ ആശ്രം ദിഖാനെ കാ ബഹാന കർക്കെ സീതാജി കോ വൻമേ ലേ ഗയ. ആശ്രമം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ സീതാദേവിയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സീതാജി കാ ദുഃഖ. സീതാജിയുടെ ദുഃഖം. ലക്ഷ്മൺ സീതാജി കോ ലേക്കർ വൻ കി ഓർ നിക്കൽ പടേ. ലക്ഷ്മണൻ സീതയെയും കൊണ്ട് വനത്തിലേക്ക് പുറപ്പെട്ടു. വൻ കി ശോഭ ദേക്കർ സീത ബഹുത് ഖുശ് ഹുയി. വനത്തിൻ്റെ ആ ഭംഗി കണ്ടുകൊണ്ട് സീത വളരെയധികം സന്തോഷപ്പെട്ടു. ലക്ഷ്മണനെ ജംഗൽ മേ രഥ രോക്ക और സീതാജി കോ വൻലേ ആനേക്ക ഉദ്ദേശ് ബത്തായ. ലക്ഷ്മണൻ കാട്ടിൽ വെച്ച് രഥം നിർത്തി സീതയോട് വനത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഉനോനെ കഹാ കി मैं श्री रामचंद्र जी के आदेशानुसार आपको इस वन में छोड़कर अयोध्या जाऊंगा. അദ്ദേഹം ഇപ്രകാരം ലക്ഷ്മണൻ സീതയോട് ഇപ്രകാരം പറഞ്ഞു: ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ നിങ്ങളെ ഈ കാട്ടിൽ ഉപേക്ഷിക്കും, എന്നിട്ട് ഞാൻ തിരിച്ച് അയോധ്യയിലേക്ക് പോകുമെന്ന് പറയുകയും ചെയ്തു. ലക്ഷ്മൺ കി ബാത് സുൻകർ സീതാജി കോ ബഡാ ദുഃഖ് ഹുവ. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട സീതയ്ക്ക് വളരെയധികം ദുഃഖം തോന്നി. ഉനോനെ രോക്കർ ലക്ഷ്മൺ സെ പൂച്ചാ കി യഹാം മേരി രക്ഷ കോൻ കരേഗ ഹായ് ക്യാ മേരെ ഭാഗ്യമേ വിധാതാനെ സുഖ് നഹി ലിഖ. അത് കേട്ട് ലക്ഷ്മണനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു: എന്നെ ഇവിടെ ആരാണ് രക്ഷിക്കാനുണ്ടാവുക? എൻ്റെ ഭാഗ്യത്തിൽ ഭാഗ്യവിധാതാവ് എനിക്ക് സുഖം എന്നുള്ളത് എഴുതിയിട്ടേ ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞു. തബ് ലക്ഷ്മണനെ സീതാജി സെ കഹ. അത് കേട്ട ലക്ഷ്മണൻ സീതയോട് പറഞ്ഞു: വാത്മീകി മുനി കാ ആശ്രം യഹാം സെ പാസ് ഹി ഹെ. വാത്മീകി മഹർഷിയുടെ ആശ്രമം ഇവിടെ നിന്നും വളരെ അടുത്താണ്. ആപ് വഹാം ജാക്കർ ടഹരിയെ. താങ്കൾ അവിടെ പോയി താമസിച്ചാലും കർ ലക്ഷ്മൺ അയോധ്യ ലൗട്ട്നെ തയ്യാർ ഹുയെ. ഇതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ അയോധ്യയിലേക്ക് മടങ്ങിപ്പോവാൻ തയ്യാറായി. വാത്മീകി കാ ആശ്രം. ശ്രീരാം കെ ആദേശാനുസാർ ലക്ഷ്മൺ സീതാജി കോ ജംഗൽ മേ ചോടുക്കർ അയോധ്യ ലൗട്ടെ. ശ്രീരാമൻ്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ സീതയെ കാട്ടിൽ വിട്ട് അയോധ്യയിലേക്ക് പോയി. സീതാജി ഉസ് ഭയങ്കർ ജംഗൽ മേ അക്കേലി ബൈറ്റ്കർ രോ രഹി തി. സീത ആ ഭയങ്കരമായ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. സമാചാർ വാത്മീകി മുനിക്കോമില്ല. ഈ വാർത്ത വാത്മീകി മുനിക്ക് ലഭിച്ചു. തുരന്ത് വാത്മീകി സീതാജി കെ പാസായി. ഉടനെ തന്നെ വാത്മീകി മഹർഷി സീതയുടെ അടുത്തേക്ക് വന്നു. ഉനോനെ സീതാജി കോ അപ്നാ പരിചയ ദിയ और സീതാജി കോ പരിചയ പൂച്ച. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതയുടെ അടുത്ത് വന്ന് സ്വയം പരിചയപ്പെടുത്തുകയും സീതയോട്
ആരാണ് എന്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. സീതാജീനെ വാത്മീകിക്കോ അപ്നെ രാം കഹാനി സുനായി. സീതാജി വാത്മീകിയോട് തൻ്റെ രാമൻ്റെ കഥയെല്ലാം കേൾപ്പിച്ചു. സീതാജിക്ക് ബാത് സുൻകർ മുനി കോ ബഡാ ദുഃഖ ഹുവ. സീത പറഞ്ഞത് കേട്ട് മുനിക്ക് വളരെയധികം ദുഃഖം തോന്നി. മുനി സീതാജിക്കോ അപ്ന ആശ്രമം ലേ ഗയി. മുനി സീതാജിയെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ആശ്രമേ മുനിയും കി ശ്രീയാം രഹത്തി. ആശ്രമത്തിൽ മുനിയുടെ സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. സീതാജീവൻ കെ സാത്ത് മിൽക്കർ രഹത്തി. സീതയും അവരോടൊപ്പം ഇരുന്ന് താമസിച്ചു കൊണ്ടിരുന്നു. അവർ അപ്ന ദുഃഖ ഭൂൽനെ കാ പ്രയത്ന കർത്തി. തൻ്റെ ദുഃഖം മറക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ലവ് കുശ് കാ ജന്മ और विद्याध्ययन. जब सीता जी वात्मीकि के आश्रम आई तब वे गर्भवती थी. സീതാജി വാത്മീകിയുടെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഗർഭവതിയായിരുന്നു. കുച്ച് മഹീനോं के बाद सीताजी ने 2 सुंदर बच्चों का जन्म दिया. കുറച്ച് മാസങ്ങൾക്ക് ശേഷം സീതാദേവി 2 ഭംഗിയുള്ള കുട്ടികൾക്ക് ജന്മം നൽകി. വാത്മീകിക്കോ ഒരു ഖബർ സുൻകർ ബഡി ഖുശ് ഹുയി. വാത്മീകിക്ക് ഈ വാർത്ത അറിഞ്ഞ് വളരെയധികം സന്തോഷം തോന്നി. ഉനോനെ ബഡേ കാ നാം ലവ് और ചോട്ടേ കാ നാം കുശ് രഖ. മൂത്തവൻ്റെ പേര് ലവനെന്നും രണ്ടാമത്തവൻ്റെ പേര് കുശനെന്നും വെച്ചു. ജംഗൽ में रहने वाले मुनि और ഋഷിയോं ने आश्रम आकर बच्चों को आशीर्वाद दिया. ആ കാട്ടിൽ താമസിച്ചിരുന്ന മുനിമാരും ഋഷികളും എല്ലാവരും തന്നെ ആശ്രമത്തിൽ വന്നുകൊണ്ട് കുട്ടികളെ ആശീർവദിച്ചു. ദോനോം ബച്ചെ ബഹുത് സുന്ദർ और होनहार थे. 2 കുട്ടികളും കാണാൻ വളരെയധികം ഭംഗിയുള്ളവരും ബുദ്ധിയുള്ളവരുമായിരുന്നു. जब दोनों बड़े हुए तब वाल्मीकि ने उनको पढ़ना लिखना तीर चलाना तलवार चलाना आदि सभी कलाएं सिखाई. കുട്ടികൾ കുറച്ച് വലുതായ സമയത്ത് വാത്മീകി മഹർഷി അവർക്ക് എഴുതുവാനും വായിക്കുവാനും അമ്പെയ്യുവാനും വാളുപയോഗിക്കുവാനും എല്ലാ കലകളും പഠിപ്പിച്ചു കൊടുത്തു. ദോനോ ബാലക് സബി കലാവോ മേം നിപുൺ ബനെ. 2 ബാലകന്മാരും എല്ലാ കലകളിലും വളരെയധികം കഴിവുള്ളവരായിത്തീർന്നു. വാത്മീകി മുനി ആശ്രമേ ബൈഠ്കർ രാമായൺ ലിഖ്നെ ലഗി. വാത്മീകി മുനി ആശ്രമത്തിലിരുന്നുകൊണ്ട് രാമായണ കഥ രചിക്കുവാനായി തുടങ്ങി. ലവ് और കുശ് രാമായൺ के ശ്ലോക ജബാനി യാദ് രഖ്തേ थे. ലവനും കുശനും രാമായണത്തിലെ ആ ശ്ലോകങ്ങൾ നല്ല രീതിയിൽ തന്നെ ഓർമ്മ വെച്ചുകൊണ്ടിരുന്നു. ലവ് और കുശ് ദോനോം ദേഖ്നെ മേം ശ്രീരാം ജയ്സേ ഹി थे. ലവനും കുശനും കാണാൻ ശരിക്കും ശ്രീരാമൻ്റെ അതേ രൂപമായിരുന്നു. ദോനോം കോ ദേക്കർ സീതാജി ബഹുത് ഖുശ് ഹോത്തി ഥി. 2 മക്കളെയും കാണുന്ന സമയത്ത് സീതയ്ക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായിരുന്നത്. അശ്വമേധ യജ്ഞം. സീതാജി കോ വൻ भेजने के बाद ശ്രീരാമചന്ദ്ര ജി ഉദാസ് रहने लगे. സീതാജിയെ കാട്ടിലയച്ചതിന് ശേഷം ശ്രീരാമചന്ദ്രൻ വളരെയധികം വിഷമിതനായിരുന്നു. ഉൻകി യഹ് ഹാലത്ത് ജാൻകർ വസിഷ്ഠ കോ ബഡാ ദുഃഖ ഹുവ. ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് വസിഷ്ഠന് വളരെയധികം ദുഃഖം തോന്നി. വേ ശ്രീരാം കെ മൻ കോ ബദൽനെ കാ ഉപായ സോച്ചനെ ലഗ. ശ്രീരാമൻ്റെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി ഉപായം ചിന്തിക്കുകയും ചെയ്തു. ലവകുശ് എന്നുള്ളതിൽ നിന്നും ഉള്ള പ്രശ്നോർ ഉത്തരാണ്. നിമ്നലിഖിത പ്രശ്നവും കാ ഉത്തർ ലിഖിയെ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. അതിൽ ആദ്യത്തെ പാഠത്തിൽ നിന്നുള്ളത് ശ്രീരാമചന്ദ്രജി കാ ജന്മ കിസ് യുഗമേ ഹുവാ താ. ശ്രീരാമചന്ദ്രജി ജനിച്ചത് ഏത് യുഗത്തിലായിരുന്നു? ശ്രീരാമചന്ദ്രജി കാ ജന്മ ത്രേതായുഗമേ ഹുവാ താ. ശ്രീരാമചന്ദ്രജി ജനിച്ചത് ത്രേതായുഗത്തിലായിരുന്നു. ശ്രീരാമചന്ദ്രജി കിത്തനെ സാൽ വൻമേ രഹേ. ശ്രീരാമചന്ദ്രജി എത്ര വർഷക്കാലത്തോളം കാട്ടിൽ വസിച്ചു? ശ്രീരാമചന്ദ്രജി 14 സാൽ വൻമേ രഹേ. ശ്രീരാമചന്ദ്രജി 14 വർഷം കാട്ടിൽ വസിച്ചു. രണ്ടാമത്തെ പാഠം പ്രജാ കാ ഹാൽ ജാൻനെ കെ ലിയെ ശ്രീരാമചന്ദ്രനെ കിസ്കോ തൈനാത് കിയ. പ്രജകളുടെ സുഖവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രജി ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? പ്രജാ കാ ഹാൽ ജാൻനെ കെ ലിയെ ശ്രീരാമചന്ദ്രനെ കൈ ജാസൂസോം കോ തൈനാത് കിയ. പ്രജകളുടെ സുഖവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രജി വളരെയധികം ചാരന്മാരെ ഏൽപ്പിച്ചിരുന്നു. ദുർമുഖ് ഖോൻദ. ദുർമുഖ് ആരായിരുന്നു? ദുർമുഖ് ഏക് ജാസൂസ് ദ. ദുർമുഖ് ഒരു ചാരനായിരുന്നു. ദുർമുഖ് की റിപ്പോർട്ട് സുൻകർ ശ്രീരാമചന്ദ്രജിനെ ക്യാ നിർണയ കിയ. ദുർമുഖൻ്റെ ആ റിപ്പോർട്ട് കേട്ട് ശ്രീരാമചന്ദ്രജി എന്താണ് തീരുമാനിച്ചത്? ദുർമുഖ് की റിപ്പോർട്ട് സുൻകർ ശ്രീരാമചന്ദ്രജിനെ ഗുരു വസിഷ്ഠ സെ സലാ ലേനെ കാ നിർണയ കിയ. ദുർമുഖൻ്റെ ആ റിപ്പോർട്ട് കേട്ട് ശ്രീരാമചന്ദ്രജി ഗുരു വസിഷ്ഠൻ്റെ ഉപദേശം തേടുന്നതിനായി തീരുമാനിച്ചു. ഗുരുജീനെ ക്യാ സലാദി. ഗുരുജി എന്താണ് ഉപദേശിച്ചത്? ഗുരുജീനെ ശ്രീരാമചന്ദ്രജി കോ സലാദി കി प्रजा की भलाई के लिए राजा को सब कुछ त्यागने को तैयार रहना चाहिए. ഗുരുജി ശ്രീരാമചന്ദ്രന് ഇപ്രകാരം ഉപദേശം കൊടുത്തു.
പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി രാജാവ് എല്ലാം ത്യാഗം ചെയ്യാനായി തയ്യാറാകണം എന്നാണ് പറഞ്ഞത്. 4ാമത്തെ പാഠം ശ്രീരാംചന്ദ്രജീനെ ലക്ഷ്മൺ കോ ക്യാ ഹുക്കും ദിയ. ശ്രീരാംചന്ദ്രജി ലക്ഷ്മണനോട് എന്താണ് ആജ്ഞാപിച്ചത്? ശ്രീരാംചന്ദ്രജീനെ ലക്ഷ്മൺ സെ സീതാ കോ ലേ ജാക്കർ ജംഗൽ മേ ചോടാനെ കാ ഹുക്കും ദിയ. ശ്രീരാംചന്ദ്രജി ലക്ഷ്മണനോട് സീതയെ കൊണ്ടുപോയി കാട്ടിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് വരാനായി ആജ്ഞാപിച്ചു. ശ്രീരാംചന്ദ്രജീനെ അപ്നെ പത്നി ശ്രീരാംചന്ദ്രജീനെ ലക്ഷ്മൺ കോ ക്യാ ഹുക്കും കിയ. ശ്രീരാംചന്ദ്രജി ലക്ഷ്മണനോട് എന്താണ് ആജ്ഞാപിച്ചത്? ശ്രീരാംചന്ദ്രജീനെ ലക്ഷ്മൺ സെ സീതാ കോ ലേ ജാക്കർ ജംഗൽ മേ ചോടാനെ കാ ഹുക്കും ദിയ. ശ്രീരാംചന്ദ്രജി ലക്ഷ്മണനോട് സീതയെ കൊണ്ടുപോയി കാട്ടിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് വരാനായി ആജ്ഞാപിച്ചു. ശ്രീരാംചന്ദ്രജീനെ അപ്നി പത്നി സീതാ കോ വൻ ഭേജനെ കാ നിർണയ ക്യോം കിയ. ശ്രീരാംചന്ദ്രജി തൻ്റെ ഭാര്യയായ സീതയെ വനത്തിൽ അയക്കാനുള്ള തീരുമാനം എന്തിനു വേണ്ടിയാണ് എടുത്തത്? പ്രജാ കാ സന്ദേഹ ദൂർ കർണേ കെ ലിയെ ശ്രീരാംചന്ദ്രജീനെ അപ്നി പത്നി സീതാ കോ വൻ ഭേജനെ കാ നിർണയ കിയ. പ്രജകളുടെ സംശയം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ശ്രീരാംചന്ദ്രജി തൻ്റെ ഭാര്യയായ സീതയെ വനത്തിൽ അയക്കാനായി തീരുമാനിച്ചത്. സീതാജി കോ കോൻ വൻ ലേ ഗയേ. സീതാജിയെ ആരാണ് വനത്തിലേക്ക് കൊണ്ടുപോയത്? സീതാജി കോ ലക്ഷ്മൺ വൻ ലേ ഗയേ. സീതാജിയെ ലക്ഷ്മണൻ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സീതാനെ ലക്ഷ്മൺ സെ ക്യാ സന്ദേശ് സുനായ. സീതാദേവി ലക്ഷ്മണനോട് എന്ത് സന്ദേശമാണ് കേൾപ്പിച്ചത്? സീതാനെ ലക്ഷ്മൺ സെ അപ്നാ സന്ദേശ് സുനായ. മേ ശ്രീരാം സെ ഇസ് നിർണയ സെ ദുഃഖി നഹി ഹും സബ്കോ മേരാ പ്രണാം കഹ്ദേന. ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ശ്രീരാമൻ്റെ ഈ തീരുമാനത്തിൽ ഒരിക്കലും ദുഃഖിക്കുന്നില്ല, എല്ലാവരോടും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കൂ. സീതാജി വൻമേ കഹാം രഹനെ ലഗി. സീതാജി വനത്തിൽ എവിടെയാണ് താമസിക്കാൻ തുടങ്ങിയത്? സീതാജി വൻമേ വാത്മീകിക്ക് ആശ്രമേ രഹനെ ലഗി. സീതാദേവി വനത്തിൽ വാത്മീകിയുടെ ആശ്രമത്തിലാണ് താമസിക്കാൻ തുടങ്ങിയത്. വാത്മീകിനെ ക്യാ ലിഖാ ഹെ. വാത്മീകി എന്താണ് എഴുതിയത്? വാത്മീകിനെ രാമായൺ ലിഖി ജോ വാത്മീകി രാമായൺ കെ നാം സെ മഷഹൂർ ഹെ. വാത്മീകി രാമായണം എഴുതി. ഏതാണോ അദ്ദേഹം എഴുതിയത് അത് വാത്മീകി രാമായണം എന്ന പേരിൽ പ്രസിദ്ധമാണ്. വാത്മീകിനെ സീതാ കെ ബച്ചോം കെ ക്യാ നാം രക്കി. വാത്മീകി സീതാദേവിയുടെ കുട്ടികൾക്ക് വെച്ച പേരെന്തായിരുന്നു? വാത്മീകിനെ സീതാ കെ ബഡേ പുത്ര കാ നാം ലവ് ഓർ ചോട്ടെ പുത്ര കാ നാം കുശ് രക്ക. വാത്മീകി സീതാദേവിയുടെ മൂത്ത മകന് ലവൻ എന്നും ചെറിയ മകന് കുശൻ എന്നും പേര് വെച്ചു. കിനോനെ ലവ് ഓർ കുശ് കോ ശിക്ഷാ ദി. ആരാണ് ലവനും കുശനും വിദ്യാഭ്യാസം കൊടുത്തത്? മുനി വാത്മീകിനെ ലവ ഓർ കുശ് കോ ശിക്ഷാ ദി. മുനി വാത്മീകിയാണ് ലവനും കുശനും വിദ്യാഭ്യാസം കൊടുത്തത്. ശ്രീരാംചന്ദ്രജി കാ മൻ ബദൽനെ കെ ലിയെ വസിഷ്ഠ മുനിനെ ക്യാ ഉപായ സോച്ച. ശ്രീരാംചന്ദ്രജിയുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി വസിഷ്ഠ മുനി എന്ത് ഉപായമാണ് ചിന്തിച്ചത്? ശ്രീരാംചന്ദ്രജി കാ മൻ ബദൽനെ കെ ലിയെ വസിഷ്ഠ മുനിനെ അശ്വമേധ യജ്ഞ കർണേ കെ ലിയെ കഹ. ശ്രീരാമചന്ദ്രജിയുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി വസിഷ്ഠ മുനി അശ്വമേധ യാഗം നടത്തുന്നതിന് വേണ്ടി പറഞ്ഞു. അശ്വമേധ് യജ്ഞ ഗോഡെ കോ ലേക്കർ ഘൂമനെ കെ ലിയെ കോൻ കോൻ നിക്കലെ. അശ്വമേധ യജ്ഞത്തിൻ്റെ കുതിരകളെയും കൊണ്ട് പോയത് ആരെല്ലാമായിരുന്നു? അശ്വമേധ യജ്ഞയ്ക്ക് ഗോഡെ കോ ലേക്കർ ഘൂമനെ കെ ലിയെ ശത്രുഘ്ന ഭരത് കാ ലട്ക പുഷ്കൽ ഔർ ഹനുമാൻ നിക്കലെ. അശ്വമേധ യജ്ഞത്തിൽ പോകുന്ന സമയത്ത് കുതിരയെയും കൊണ്ട് ശത്രുഘ്നനും ഭരതൻ്റെ മകനായ പുഷ്കലനും കൂടാതെ ഹനുമാനുമാണ് കൂടെ പോയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.